Hello, how are you? I am under the water. Please help me. Here too much raining. ഹലോ എവൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ ചെയ്യാൻ തോന്നി എന്നോട് ഇങ്ങനെ? സിനിമ കണ്ടിറങ്ങിയപ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു മൂവിയാണ്. പ്രോത്സാഹിപ്പിക്കേണ്ട മൂവി ആയതുകൊണ്ട് അത് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നേക്കുവാണ്. അതിൽ എടുത്തു പറയേണ്ടത് മെയിൻ കഥാപാത്രമായിട്ടുള്ള ഉർവശി പാർവതി. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ക്യാരക്ടർ അവർ ജീവിക്കുകയായിരുന്നു ഈ സിനിമയിൽ. അത്രയ്ക്കധികം അടിപൊളിയാണ്. തോമസ് കുട്ടിയുടെ ആത്മാവ് ശാന്തി കിട്ടാതെ അലയുന്നുണ്ടാവും. അതാ അടക്കം നടത്താൻ പറ്റാത്ത. നീ എന്നെ എന്നോട് പറയാഞ്ഞേ? ഈ മൂവി തുടങ്ങുമ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് കാണിക്കുന്നത്. ഒരു ടെക്സ്റ്റൈലിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ മുന്നിൽ നടക്കുന്നത് പോലത്തെ, നമ്മൾ ലൈവായിട്ട് കാണുന്ന കാര്യം പോലെയാണ് നമുക്കത് ഫീൽ ആവുന്നത്. അത്രയധികം നല്ല പോലെയാണ് നമ്മളടുത്ത് എത്തിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ മൂവിയുടെ ഡയറക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഓൾറെഡി ചെയ്ത ജോളി സൈനൈഡ് അത് നമുക്ക് എല്ലാവർക്കും നല്ല സുപരിചിതമായിട്ടാണ്. കാരണം അത്രയ്ക്ക് ഭയാനകമായിട്ട് ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് പോലും ഭീതിയായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു കിട്ടിലമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു അത്. അപ്പോൾ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള വേറൊരു പേസിലുള്ള ഒരു മൂവിയാണ് ഈ ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെടുത്ത് പറയേണ്ടത് അവർക്ക് ഓരോരുത്തർക്കും കൊടുത്തേക്കുന്ന കഥാപാത്രം ഉർവശി ആൻഡ് പാർവതി. അത് നമുക്ക് പറയേണ്ട കാര്യമില്ല, കാരണം അവർ ഓൾറെഡി അവരുടെ അവരെങ്ങനെയാണ് ഒരു കഥാപാത്രം എടുക്കുമ്പോൾ അവർ ജീവിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ക്യാമറ ജസ്റ്റ് ഓൺ ആക്കിയിട്ട് മാറിയിരിക്കാം. അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന റോള്. സോ അതിലുപരി വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഇതിൽ വരുന്ന ബാക്കി കഥാപാത്രങ്ങളായിരുന്നാലും ഇപ്പം പ്രശാന്ത്, അർജുൻ, അങ്ങനെ ഓരോരുത്തർ അവരുടെ ആയിട്ടുള്ള ഓരോ ക്യാരക്ടർ പോലും അവർ അടിപൊളിയായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് അങ്ങനത്തെ ഒരു കാര്യം ഇതിലെങ്ങനെയാണോ ഈ മൂവിക്ക് വേണ്ടിയിട്ട് തരാൻ പറ്റുന്ന അത് അവർക്ക് അവരുടെ കരിയറിൽ തരാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു പെർഫോമൻസ് ആണ് ഈ മൂവിക്ക് വേണ്ടി തന്നേക്കുന്നത്. പിന്നെ ഈ മൂവി കൊണ്ടുപോകുന്നത്, കാരണം ഈ ഒരു കുട്ടനാട് എന്ന് പറയുന്നത് പൊതുവെ ഇങ്ങനെ മഴ, നല്ല പ്രകൃതി ഇതായിട്ടുള്ള നല്ല അങ്ങനത്തെ ഒരു കാര്യങ്ങളെല്ലാം DOP വഴി നല്ല പോലെ ഈ മൂവിയിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ മൂവി കാണുമ്പോൾ തന്നെ നമ്മൾ റിയൽ ആയിട്ട് അവിടെ ഉള്ളതുപോലത്തെ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള മഴ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എടുത്ത് പറയേണ്ടത് മ്യൂസിക്. സുഷിൻ ശ്യാം അത് തന്നെയാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര വലിയ പടങ്ങൾ മാത്രം എടുക്കുമെന്ന് പറയുന്നവരുടെ മുന്നിൽ ഇങ്ങനത്തെ കൊച്ചു പടങ്ങളും എടുത്ത് നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു മൂവിയാണ് സുഷിൻ ശ്യാം ഇത് കാണിച്ചിരിക്കുന്നത്. ഭയങ്കര കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളെല്ലാം ആ സീനുകളും ആ ഒരു കഥ ആയിട്ടും നല്ലപോലെ ഇണങ്ങി ചേരുന്ന, ഭയങ്കര നമ്മളെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന, നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഈ മ്യൂസിക് വഴിയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ടത്, കാരണം ആ ഒരു ഇപ്പം പാർവതി കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ്, കല്യാണം കഴിച്ചതിന് ശേഷം അത് രണ്ടും കാണിക്കുന്ന ട്രാൻസിഷനൊക്കെ കാണിക്കുന്നതൊക്കെ ഒരു രക്ഷയില്ലാത്ത അടിപൊളിയാണ്. അത്രയ്ക്ക് നല്ല പോലെ ആ ഒരു പേസിങ്ങിലാണ് ഈ മൂവി പോകുന്നത്. പിന്നെ മഴയത്ത് വരുന്ന വെള്ളപ്പൊക്കം, അത് വെള്ളപ്പൊക്കമല്ല, ഒരു മഴ കൊണ്ട് അത് ഉയർന്നു വരുന്ന ഒരു വെള്ളം കൊണ്ട് കുത്തിയൊലിച്ച് വീടുകളിൽ വരുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം ഒരു വീട്ടിലേക്ക് വെള്ളം കുത്തിയൊലിച്ച് വരുന്ന ആ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് കാണുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നമുക്ക് ആ വെള്ളം ഒഴുകി പോകുന്നതൊക്കെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അതിലുണ്ട്. നമുക്ക് റിയൽ ആയിട്ട് ഫീൽ ചെയ്യും. അത് ആക്ച്വലി നമ്മൾ ആ മൂവിയിലേക്ക് ഇണങ്ങി അതിലേക്ക് ഇരിക്കുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് എന്തായാലും തോന്നും. പിന്നെ എല്ലാ കഥാപാത്രങ്ങളും അവർക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം മാക്സിമം അവർ കിട്ടിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആണ് എല്ലാ കഥാപാത്രങ്ങളും ഈ മൂവിയിൽ ഈക്വലായിട്ട് ചെയ്തേക്കുന്നത്. സോ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട നല്ലൊരു മൂവിയാണ് ഉള്ളൊഴുക്ക്. ഇറ്റ്സ് എ ഗുഡ് മൂവി, നല്ല മൂവിയാണ്. എല്ലാവരും പോയി കാണണം എന്നാണ് പറയുന്നത്. നീ എന്നോടും എൻ്റെ മോനോടും ചെയ്തതിനേക്കാൾ വലുതല്ല ഇതൊന്നും. നിങ്ങൾ നിങ്ങളുടെ മോനെ അർഹിക്കുന്നുണ്ട്.